ഈശ്വര. ഹലോ ഹലോ, എന്നെ ഓർമ്മ ഉണ്ടായിരിക്കല്ലോ അല്ലേ? എങ്ങനെ മറക്കാനാവും? സത്യം പറയാമല്ലോ, കൊഞ്ചി കൊഞ്ചി വിളിക്കും കാറ്റിനെ മറക്കാൻ പൂവാങ്കുരുന്നലയ്ക്കാകുമോ? എത്ര നാളായി ഞാൻ കുട്ടിയോട് പറയാൻ നടക്കുന്ന കേട്ട്. പോയോ കുട്ടി? എൻ്റെ ഉടുപ്പ് ചെറുതാണെങ്കിലും എൻ്റെ മനസ്സ് വലുതാണ്. ഹലോ, റേഞ്ച് കിട്ടുന്നില്ല. ഹലോ, റേഞ്ച് കിട്ടുന്നില്ല. കുട്ടി തുറന്ന് പഠിക്കൂ. കുട്ടിക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി ജീവിച്ചൂടെ? പറയൂ, എന്നെ ഇഷ്ടമല്ലേ? ഹലോ, റേഞ്ച് കിട്ടുന്നില്ല. റേഞ്ച് കിട്ടുന്നില്ല. ഇപ്പൊ റേഞ്ച് കിട്ടിയാ? പിന്നെ കിട്ടി. നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ എവിടുന്ന്? കളിക്കാവിള. ആരെ കളിയാക്കാൻ? ആരെ കളിയാക്കുന്നല്ല, കളിക്കാനുള്ള സ്ഥലം. കളിയാക്കാവിളെന്ന് റേഞ്ച് തപ്പി നീ ഇവിടെ വരാം. അതെ അതെ. പോടെ പോടെ. ഇനി മേല എന്നെ അവിടെ കണ്ടെന്ന് വരൂല. നിന്ന് കറങ്ങാതെ വീട്ടിൽ പൊടി. ശിവൻകുട്ടി, നീ ശല്യപ്പെടുത്താതമ്മ. ആ പോസ്റ്റ്മാൻ അണ്ണാച്ചിടെ ടി വി വാങ്ങിച്ചു വെച്ചിട്ട് മാസമായി. ഇതൊന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇവന്റെ ഒരു ശിവൻകുട്ടി, എന്താടാ? എന്ത് പറ്റി? ഈ വയറല്ലമ്മ. അണ്ണാച്ചിയുടെ ടി വി. എന്താ എടാ, അവക്ക് വലിവ് തുടങ്ങി ആ കുന്തിരണ്ണം ഞെടുക്ക്. ഒരു കെട്ടിയാനുള്ളത് അടുത്തിരുന്ന് മുതുകു തടയി കൊടുക്കാതെ അങ്ങ് കിടക്കുന്നു മദ്രാസിൽ പാട്ട് പാടിക്കൊണ്ട്. കലികാലം. നിന്റെ അപ്പനടാ ശിവ. അണ്ണാച്ചി ടി വി. എന്ത് ശിവ, അടുപ്പിന് വീണ? ഏയ്, ഒരു ഗണപതി ഹോമം ഉണ്ടായിരുന്നു. അയ്യോ, ഗണപതി ഹോമം നടക്കുമ്പോ മുഖം അങ്ങ കൊണ്ട് വെക്കൂടാതെ. ആണാ? ആ, എന്താ പടം. അളിയന്റെ എന്നെ അക്കാ പുരുഷൻ ഗലാട്ട മാപ്പിളെ മദ്രാസിലെ ഇളയരാജാവൻ പോയിരിക്കുകയാണ്. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസുള്ളൂ. ഇതുകൂടെ തീർന്നാ വംശനാശം. സിംഹവാലം കുരങ്ക നോക്കട്ടെ. കണ്ട കാശ് വല്ലതും ഉണ്ടോടാ? ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് കത്തുണ്ട്. ഇളയരാജ കഞ്ഞോടിച്ചിട്ടില്ലെന്ന്. പാട്ട് കേട്ട് പ്രേമിച്ചല്ലേ? അനുഭവിച്ചു. കഴിക്കുവേ. ഇവിടെ സ്വിച്ച് വാങ്ങാൻ സ്ത്രീയിലേക്കൊക്കെ ആള് പോയി. അവിടെ തേച്ചോ. അമർത്തി തെക്കണ്ടട്ടാ ഏപ്പടാ. ഞാനൊന്നും ചെയ്യുന്നില്ലേ അണ്ണാ. നിങ്ങളെ തങ്കിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എടേ സുധി, നീ അവളെ ഒന്ന് മാറി നിന്ന് നോക്ക്. എന്റെ മാമന്റെ മോളായതുകൊണ്ട് പൊക്കിപ്പറയല്ല. മത്തങ്ങ പോലത്തെ ഒരു മോന്ത, രണ്ടുണ്ട കണ്ണ്, പേരിനൊരു മൂക്ക്, മത്തങ്ങ അല്ലെന്ന് അറിയിക്കാൻ കുറെ മുടി, കൊടിമരം പോലൊരു പെണ്ണ്, ചൊറിയണം തേച്ച പോലത്തെ ഒരു തന്തേ, എന്റെ ഒരേ ഒരു മാമൻ. പിന്നെ മുറപ്പെണ്ണ കിട്ടുന്നൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തില്. ഇത് ഡോൾബി ഡീറ്റെയിൽസിന്റെ കാലാണ്. അതൊന്നും എനിക്കറിഞ്ഞൂടാ. നാളെ തങ്കിയുടെ പിറന്നാളാ. അവള് നാളെ നിങ്ങൾക്കായിട്ട് ഊണൊരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ അവിടെ വന്ന് പറഞ്ഞിട്ട് എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്ക് ചേർന്ന പെണ്ണ് തങ്കിയ. പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന പണക്കാരി പെണ്ണൊക്കെ അങ്ങ് സിനിമയില്. എടേ സുധി, നിനക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എന്നാ കേട്ടോ. കരിഷ്മയ്ക്ക് ശിവൻകുട്ടിയെ ശരിക്കും ഇഷ്ടമാണെങ്കിൽ നീ 1 മുതൽ 10 വരെ എണ്ണുന്നതിന് മുമ്പ് അവളിതാ ഈ ഫോണിൽ വിളിച്ചിരിക്കും. സമ്മതിച്ചാ? എപ്പ സമ്മതിച്ചും ചോദിച്ചാ പോരെ. 1 2 3 4 ഒന്ന് പതുക്കണടേ, ഫോണിനകത്ത് വരണ്ടേ? ശരി, 1 2 3 4 5 3 കഴിഞ്ഞാ നീ എത്ര എണ്ണിയത്? 4 4 5 1 മുതൽ 10 വരെ കറക്റ്റ് എണ്ണമെങ്കിൽ എണ്ണിയതല്ലെങ്കിൽ ഞാൻ കളിന്ന് മാറും. ശരി, 1 ഒരു ആവേശത്തിന് പറഞ്ഞതാ. 5 6 7 തെറ്റിക്കാതെ എണ്ണടേ. എക്സ്ചേഞ്ച് ചെയ്യുന്ന നിങ്ങൾ ഇപ്പോൾ ക്യൂവിലാണ് എന്ന് പറഞ്ഞ പെണ്ണെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു. 9:45. അതെ, ഉറപ്പിക്കാവല്ലേ? ഉറപ്പിക്കാണ്. നീ നമ്മളെ പോലല്ല, ഡിഗ്രി എടുത്ത സാറല്ലേ? വായി. കരിഷ്മ കോളിംഗ്. ആരാ? കരിഷ്മ. ആ, കരിഷ്മ. ഹലോ. ആ കരി, ഞാനാ ശിവേട്ടനാ. എന്നിട്ട് എവിടെ നിക്കണത്?
ഏ ശിവേട്ടാ, അവിടെ ചന്ദ്രനുണ്ടോ? ഇല്ല, ഇവിടെ ശ്രുതിയുണ്ട്. അതല്ല, അവിടെ ആകാശത്ത് ചന്ദ്രനുണ്ടോന്ന്. ആ. ആ, 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 ഉണ്ട്. അവിടെ ഉണ്ടോ? ടെറസാന്നോ? ശിവേട്ടന് ഞാൻ തോൽക്കുന്നത് ഇഷ്ടമാണോ? തോൽക്കേ? എന്താ? എന്തു പറ്റി? അടുത്ത ആഴ്ച പരീക്ഷയാ. ഒരു വസ്തു അറിയില്ല. ഈ എക്സാമിന് തോറ്റാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ശിവേട്ടാ. ഏയ്, അങ്ങനെയൊന്നും പറയല്ലേ. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. പോട പട്ടി. ഹലോ, ഞാൻ എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞാ മതി. ശിവേട്ടനല്ലേ പറയണത്? ശിവേട്ടാ, ലേഡീസ് ഹോസ്റ്റലിന്റെ അടുത്തുള്ള പ്രൊഫസർ വസുമതി ഭാർഗവന്റെ വീട്ടിൽ നിന്ന് ഒരു ചോദ്യപേപ്പർ മോഷ്ടിക്കണം. സാധിക്കോ? ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് വിളിക്കാം. ശരി. നിങ്ങൾ തങ്കിയെ കാണാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ ഒരാണല്ല. ആഹാ. അസല് മെഴുക്കുരട്ടി, ചമ്മന്തി ഗംഭീരം, കിടിലൻ സാമ്പാർ, ഇടിവെട്ട് അച്ചാറ്. ഇവളൊരു സൂപ്പർ സ്റ്റാർ തന്നെ. അല്ല, മാമൻ എവിടെ? മാമൻ ആകാശത്ത്. അമ്പിളി മാമനല്ലേ? മാമൻ വലിയ തമാശക്കാരനാ. അതേടാ, ഞാൻ ജോക്കറാ. നിങ്ങൾ കഴിക്കുന്നില്ലേ? നമ്മൾ കഴിക്കാനല്ലല്ലോ അവളതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കേട്ടാ മാമ? ഓ, ഇത് നല്ല ബെസ്റ്റ് ഫുഡാ. പണിയെടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന് വേറെ ആളല്ലേ, അതുകൊണ്ടാ ഇത്ര ടേസ്റ്റ്. അല്ല, ഇത് ഉണ്ടാക്കിയാളുടെ കൈപ്പുണ്യേ. എന്തായാലും ഇവിടെ കിട്ടുന്നവന്റെ വയറ്റ് ഭാഗ്യ. അത് ശരി. അപ്പൊ നിന്റെ ഉദ്ദേശം? അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോണം. അമ്മാവാ, നമുക്ക് ഇവിടെ നല്ലൊരാളുടെ കൈ പിടിച്ചേൽപ്പിക്കണം. എഴുന്നേക്കടാ. നിങ്ങൾ എന്തായി പറയണേ? ഊണ് കഴിച്ചോണ്ടിരിക്കുന്ന ചെറുക്കനെ നീ ഊട്ടിക്കോ. ഇവൻ ആളാരെന്ന് നിനക്കറിയാവോ? സ്വന്തം അമ്മാവന്റെ മോളെ കെട്ടാൻ സ്ത്രീധനമായിട്ട് മോട്ടോർ സൈക്കിൾ ചോദിച്ചവനാ. മോട്ടോർ സൈക്കിളാ? ഞാനാ? ഇല്ലടാ, നീ പറഞ്ഞില്ലടാ. ഇവൻ പറഞ്ഞു, നീ പറഞ്ഞില്ലടാ. അല്ല, അത് ഞാൻ എന്റെ ഒരു കല്യാണമാകുമ്പോ എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് കരുതി. നമുക്കൊരു അന്തസ്സൊക്കെ ഇല്ലേ? അന്തസ്സ ഇവന്റെ അടുത്താ. 10ാം ക്ലാസ്സിൽ 2 കൊല്ലം തോറ്റ് ഇവന്റെ അടുത്താ. ഉള്ള ചുവര് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് വൃത്തികേടാക്കണേ ഇവന്റെ അടുത്താ. ഇവിടെ നല്ല വേറെ പയ്യന്മാരെ കിട്ടാത്തോണ്ടല്ല, ഇവിടെ തങ്ങിന്ന് പറയുന്ന പാർവതി ഉണ്ടല്ലോ, ഈ ശിവനെ കെട്ടൂന്ന് പറഞ്ഞ ഒറ്റക്കാലി തപസ് ചെയ്തോണ്ടാ. ശിവമാൻ പറഞ്ഞ സത്യം തന്നെയാ. ഇവിടെ ഒന്നായി വൃത്തികെട്ട മനുഷ്യൻ ചോറിനാ സമ്മതിക്കൂലെന്ന്. അവൻ കയ്യിന്നിട്ട് പറഞ്ഞതാ. എന്നാ ഞാൻ കാലേന്നിട്ട് പറയട്ടാ. എനിക്കാണോ നിന്നെ ഇത്ര നേരം ഇവിടെ ഇരുത്തിയതേ നിന്റെ അച്ഛൻ ഒരുത്തനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ്. ഇനി നീ ഇവിടെ ഇരുന്നാ എനിക്ക് അയാളോട് വെറുപ്പാകും. അയാളെ വെറുക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കാണോ എടാ, എനിക്ക് ഇതിനകത്തുനിന്നാ. അതിന് ഞാനെന്ത് വേണം? ഫോൺ. ഹലോ, എന്റെ അണ്ണ ഒന്ന് വേഗം വാ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യണ്ടേ? അല്ല, 3 ലക്ഷം എന്റെ കയ്യിലുണ്ട്. 2.25 ലക്ഷം ഇവിടെ കിട്ടുമെന്നോ? ആർക്ക്? അണ്ണത് ഞാനാണ് ജാങ്കോ. സ്ട്രോങ് വിട്. പറഞ്ഞത് കേട്ടാ? ഓ, എന്തിനാണ് അവനിട്ട് ഇങ്ങനെ അടിക്കണത്? ഇപ്പൊ തന്നെ അവനൊരു 4 ആളുടെ പണി എടുക്കണില്ല. അതിന് 8 പേർക്കുള്ളത് അവൻ ചെലുത്തുന്നുണ്ട്. അത്രയ്ക്ക് ദണ്ണമാണ് നീ സത്യാഗ്രഹി വരടെ. സാറിനൊരു സർബത്തുണ്ടോടെ? വരത്തന്മാര് കൊത്തി കൊത്തി മുറത്തി കയറി അല്ലേടേ മാരി. ആരടാ വരത്തൻ? കുണ്ടും കുളവുമായി കിടന്നിരുന്ന ഈ വയല് കല്ലും മണ്ണോട്ട് നിർത്തിയത് എന്റെ അപ്പൻ അവറാനാ. അങ്ങേരുടെ പ്രതിമയായിരുന്നു ഇവിടെ വെക്കേണ്ടിരുന്നത്, അല്ലാതെ ഈ തവളയുടേതല്ല. വരുത്തന്മാര് പോലും വരുത്തന്മാര്. സിനിമാ നടൻ വരുന്നു. എടാ ഭരത് കൊടുമ്പാറേ, നിന്റെ മാവ് പൊന്നായി പോവുള്ളൂടാ. അണ്ണാ ഒരു സ്ട്രോങ് ടീ. കൊടുമ്പാറേ, നീ എന്താ വായുകുളിക്കട ബിസിനസിന് പോയണ? ഏതാ പുതിയ പടം? നമ്മുടെ ലാൽ ജോസിന്റെ, നമ്മുടെ സ്വന്തം പയ്യനല്ലേ. ഏത് നമ്മുടെ മീശമാധവൻ എടുത്ത് ഹിറ്റാക്കിയ ആളാ. ഈ അങ്ങനെ കുഴപ്പത്തിലാക്കുക. അത് കുഴപ്പമില്ല, ഇപ്പൊ അങ്ങനെ പട്ടാളോടത്ത് ഫ്ലോപ്പ് ആക്കിയതാണ്. എടാ ഇത്തവണയെങ്കിലും നിന്റെ ഈ ഓഞ്ഞ മുഖ സ്ക്രീനിൽ കാണുന്നെന്ന് നീ ലാൽ ജോസിനോട് പറ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കും താണ ഒരു ചായ. എന്തോടെ ഉപ്പ് രസം? അവന്റെ കണ്ണീരിന്റെ ഇരിക്കും. നീ പോടാ. 2 കൂട്ടം കൊടുത്തപ്പോ ഇതുവരെ ഇല്ലാത്ത ഒരു ടേസ്റ്റ്. എന്നാ ഒരു സ്ട്രോങ് കൊടുക്കണം. എന്തോ നന്നാ എത്ര നേരം. ജാങ്കോ, നീ ഒറ്റ ഒരുത്തനെ എങ്ങനെ വഷളാക്കണ? നീ പോടെ. വിട്ടുകളടാ.
അവൻ എന്റെ അച്ഛനെ പോലെ രാഷ്ട്രപിതാവാൻ പഠിക്കല്ലേ. നീ പ്ലസ് 1 അല്ലേ? പോയി നന്നായിട്ട് പഠി, എന്നിട്ട് നീ പ്രതിഭ പോലെ നിൽക്കാൻ. പ്രതിമയായിട്ട് നിന്റെ അച്ഛനെ കൊണ്ടുപോയി നിർത്തിയാൽ മതി. അല്ല ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോയി നീ പോ. കാര്യങ്ങളൊക്കെ എന്തായി? കഴിഞ്ഞ തവണത്തെ പോലെ പ്ലാൻ പൊളിഞ്ഞു നിന്റെ അന്തിയായിരിക്കും കേട്ടാ. ഇത് മുതല്, ഇത് ടീച്ചറുടെ വീട്, ഇത് ഹോസ്റ്റലിൽ. മൊറാർജി ദേശായി മൂത്രം കുടിച്ചിട്ടുണ്ട്, വേറെ ആരെ കൊണ്ട് കുടിപ്പിച്ചിട്ടില്ല, അതും സർബത്തിലൊഴിച്ച്. അണ്ണനങ്ങനെ കണ്ട് ഇന്റെ ജാങ്കോക്ക് 1000 കണ്ണ്. കണ്ണായത് ഭാഗ്യം. ഇത് കണ്ടാണ് എന്റെ തലയിലെ മുഴ. ഗതികേട് കൊണ്ടല്ലേ അവന്റെ കെച്ചിൽ ഓരോ നിക്കണത്. എന്റെ തല എപ്പോ കണ്ടാലും അയാൾക്ക് കൊട്ടണം. എന്നാലും സർബത്തിൽ മൂത്രച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ എന്റെ അണ്ണ, തൊഴിലാളിയെ എനിക്ക് പ്രതികരിക്കാൻ ദൈവം തന്നെ ഈ ഒരു ആയുധം എന്റെ കയ്യിലുള്ള അണ്ണ. അത് വെച്ച് ദിവസേന ഒരു സർബത്തം കൊടുക്കും. അപ്പൊ അണ്ണാ, ഞാൻ പ്ലാൻ ചെയ്തനുസരിച്ച് ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മളെന്താ KPCC മീറ്റിംഗിനാണ് പോണത്? അത് പറ്റാതിരിക്കാനാണ് ഈ പ്ലാൻ. തെറ്റിയ നാട്ടുകാരടുത്ത് കൈവയ്ക്കും. എന്നാ പറ. പട്ടിയണ്ട, പട്ടിയും കൊണ്ട് കിടക്കാൻ ഞാൻ എന്താ CID മൂസ? ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടെന്ന് വിളിച്ചു ചോദിക്കാം. ആ ടീച്ചറിന്റെ അടുത്താ. അല്ല, കരി. ഇങ്ങനെന്തിന് പല്ലിയേക്കാൻ പോണ? ആ കരിഷ്മ ശിവേട്ടനാണ്. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കിട്ടിയിരിക്കും. അയ്യോ വെക്കല്ലേ. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ഈ ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടോ? പട്ടിയുണ്ടോന്ന് ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഇല്ല. എന്താ പേടിയുണ്ടോ? പേടിച്ചിട്ടൊന്നുമല്ല. പട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. ഇല്ല, അയ്യോ ത്രില്ല് പോയി. ഓക്കെ, ഞാൻ മാനേജ് ചെയ്തോളാം. എന്നെ വെച്ചാണല്ലേ. അപ്പൊ സാധാരണ പോലെ ഇപ്പൊ തന്നെ SMS ഡാൻസിന് അയച്ചുവിട്ടേക്ക്. ക്വസ്റ്റ്യൻ വളരെ എളുപ്പമല്ലേ, എല്ലാവർക്കും അറിയാവുന്ന. മഴ വരുന്നു തോന്നുന്നുണ്ട്. തുണി വല്ലതുകൊണ്ട് പുറത്തു നിർത്തും. ശരി. മുടിഞ്ഞ കനം. യൂണിയൻകാരെ കൂടി വിളിക്കായിരുന്നു. ഇന്നെങ്കിലും ഒരു ദിവസം പണിയെടുത്ത് ജീവിക്കടാ. നീ അപ്പിടാനിരിക്കണോ? എന്താ കോവിലിൽ പോവാൻ പോണ? വേഗം കേറ് അണ്ണാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പട്ടിയെ പോലെ ഓരിടും. അപ്പോഴേ കലിപ്പായെന്ന് കരുതിക്കോണേ. ഓ, ഇലക്ട്രിക് കമ്പിയിൽ തങ്ങല്ലേ. അണ്ണാ ഒരു ടാറ്റ. ടാറ്റാ. പട്ടി ഇല്ലാന്ന് പറഞ്ഞിട്ട്. അല്ല, നിന്നാരാ പട്ടിയായിട്ട് കൂട്ടിരിക്കണല്ലേ? ഇപ്പൊ നീ പുട്ടി. ഒരു നാൾ നീയും അച്ഛനെ പോലെ വളരും വലുതാകും. അപ്പൊ നീ പട്ടി. ശബ്ദമൊക്കെ ഉണ്ടാക്കുക. നീ ഡീറ്റീസാ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. പട്ടിയുടെ കുറയല്ലേ കേട്ടത്? അപ്പൊ പട്ടി ഉണ്ടാ? ദൈവമേ, അങ്ങനെ കാത്തോണേ. ഈശ്വര, എന്റെ കുണ്ടി. അവിടെ എന്തെത്ര നോക്കാൻ. ഇതാരും ഇവിടെ കൊണ്ടുപോയി. ഞാൻ തന്നെയല്ലേ. തൊണ്ടിയൊക്കെ എടുത്ത് മാറ്റി. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. അയ്യോ, കപിൽദേവ് എങ്ങോട്ട് പോകും? എന്താണ് അവിടെ? എന്റെ മെഡിൽ സ്റ്റംപ് തെറിക്കുന്ന ഉറപ്പായി. രാത്രി ആയാലും കിടത്തി ഉറക്കില്ലേ? ഇന്നലെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ മൊബൈൽ ഇവിടെ എവിടെയോ പോയ പോലെ തോന്നി. അന്ന് നോക്കാന്ന് വിചാരിച്ചു വന്നതാണ്. നമ്പർ എത്രയാടാ? 0471 31,4547. മര്യാദയ്ക്ക് പറയടാ. 310447.
ഒടുക്കത്തൊരു മൊബൈൽ ഫോൺ. ഇന്നലെ പോയ ഫോണാണ് സാർ. എന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ എടുത്തല്ലേ? എന്നാ പിടിച്ചോ സാറേ. ഫോറടിച്ചാ മതി, ഫോറടിച്ചാ മതി. ഔട്ട് ഔട്ട് കളിയിൽ ഔട്ട്. സാറേ ഒരു മിനിറ്റ് സാറേ. എന്താടാ? ഇതിന് ഉറക്കൂലേ? ആ കൊച്ചിനെ കളിപ്പിച്ച് അവിടെ ഇരുന്നാ പോരെ. അയ്യോ പാമ്പുണ്ടോ? ഓസാണോ? ഇംഗ്ലീഷാ? ഇത് എന്നായാ മതിയായിരുന്നു. ഹലോ. വൗ, 5 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും.